Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഇന്ന് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്, റിസർച്ച് മെത്തഡോളജി. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്തതാണ്. ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളെ ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. സോ ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. നമ്മൾ ഇതിനേക്കാൾ മുമ്പുള്ള 2 എക്സാംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം നല്ലൊരു പേപ്പറാണോ എന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കില്ല. ഒരു മീഡിയം. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ടൈപ്പ് ചോദ്യങ്ങൾ വന്നു, പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ബട്ട് അതല്ലാത്ത കുറച്ച് ടഫസ്റ്റ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രോബ്ലംസ് ആണെങ്കിലും പാർട്ട് ബിയിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പം എസ്സേ എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ സാമ്പിളിംഗ് ടെക്നിക്സ് നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചൊരു ചോദ്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അപ്പുറത്ത് ഇൻഡയറക്റ്റ് മോഡിലാണ് പല ചോദ്യങ്ങളും. പാർട്ട് ബിയിലും വന്നിട്ടുണ്ട്, പാർട്ട് സിയിലും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് പാർട്ട് എയിൽ നമ്മൾ പറഞ്ഞ പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്, സാറ്റിസ്ഫൈഡ് ആണ്. പാർട്ട് ബി കുറച്ച് കുഴപ്പിച്ചു. അപ്പോൾ ഒരു മീഡിയം ടൈപ്പ് എക്സാം ആയിരുന്നു ഇന്ന് ഫിനിഷ് ചെയ്തത്. നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം കേട്ടോ. ഓക്കെ, വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. അതിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ എല്ലാ പ്രോബ്ലം പേപ്പേഴ്സും അവൈലബിൾ ആണ്. തേർഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫോർത്ത് ആക്സസ് ചെയ്യാം. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. തേർഡ് സെമസ്റ്റർ MCOM റെഗുലർ സപ്ലിമെന്ററി എക്സാമിനേഷൻ നവംബർ 2024 റിസർച്ച് മെത്തഡോളജി പാർട്ട് എ. എക്സ്പ്ലോറട്ടറി റിസർച്ച് എന്താണ് ഞാൻ നോക്കാൻ പറഞ്ഞൊരു ചോദ്യമാണ് കേട്ടോ. ദെൻ ലോങ്ങിറ്റ്യൂഡിനൽ സർവേ എന്താണ്, ദെൻ അതും കുഴപ്പമില്ല. വാട്ട് യു മീൻ ബൈ കോൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ്, റിപ്പീറ്റ് അല്ല. ബിബ്ലിയോഗ്രഫി എന്താണ്, ഷുവർ ക്വസ്റ്റനിൽ പറഞ്ഞു. സിമുലേഷൻ എഴുതാം. ക്ലസ്റ്റർ അനാലിസിസ് എന്താണ്, അതിന്റെ പർപ്പസ് നോക്കാൻ പറഞ്ഞാണ് ലിക്വിഡ് സ്കെയിൽ. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 7 എണ്ണത്തിൽ 4 എണ്ണം എടുക്കാൻ കുഴപ്പമുണ്ടാവില്ല. 3 എണ്ണം പുതിയത് വന്നാലും. ഇപ്പം എക്സ്പ്ലോറട്ടറി റിസർച്ച് കുഴപ്പമില്ല, ബിബ്ലിയോഗ്രഫി കുഴപ്പമില്ല, ക്ലസ്റ്റർ, ലിക്വിഡ് സ്കെയിൽ ഒരു 4 എണ്ണം കിട്ടാൻ കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ട് എ നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ സാധിക്കില്ല. പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 8, എക്സ്പ്ലെയിൻ ദി ഡിഫറെന്റ് അപ്രോച്ചസ് യൂസ്ഡ് ഇൻ റിസർച്ച്. അത് ബേസിക് ചോദ്യമാണ്. ദെൻ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് കൺസിഡേർഡ് വൈൽ ഡിസൈഡിങ് ദി സൈസ് ഓഫ് സാമ്പിൾസ്. സാധാരണ അത് പ്രോബ്ലം ആയിട്ട് വരാറുണ്ട്. അതിന്റെ തിയറി ഇങ്ങനെ നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറില്ല. അപ്പോൾ അതായിരുന്നു ഒരു ചോദ്യം. ദെൻ നെക്സ്റ്റ് ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യം, ക്രിയേറ്റീവ് മാനേജ്മെന്റ് വെദർ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓർ പ്രൈവറ്റ് ഇൻഡസ്ട്രി ഡിപ്പെൻഡ്സ് ഓൺ മെത്തേഡ്സ് ഓഫ് ഇൻക്വയറി ദാറ്റ് മെയിൻറ്റെയിൻ objectivity, clarity, accuracy and consistency. Discuss this statement and examine the significance of research. അപ്പോൾ ഇൻഡയറക്റ്റ് മോഡിലാണ് ചോദ്യം. സാധാരണ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടുവരുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾ ഒരു മീഡിയം എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, നോ പ്രോബ്ലം. നമ്മൾ പ്രതീക്ഷിച്ച ഇപ്പോൾ റിസർച്ച് ഡിസൈൻ എന്താണ്, എക്സ്പ്ലെയിൻ ദി വേരിയസ് സ്റ്റേജസ് ഓഫ് റിസർച്ച് ഡിസൈൻ. അത് കുഴപ്പമില്ല, നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ദ നെക്സ്റ്റ് പ്രോബ്ലം, 2 പ്രോബ്ലമാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇതിൽ 3 പ്രോബ്ലംസ് അവരിട്ടു. അപ്പോൾ അതിലൊരെണ്ണം എ സാമ്പിൾ 200 ബൾബ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ട് ഒരു പ്രോബ്ലം ഹൈപ്പോത്തസിസ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റും 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് ടെസ്റ്റ് ദി ക്ലെയിം ദാറ്റ് ദി പെർസെൻറ്റേജ് ഗിവൺ ബൈ ദി സപ്ലയർ ആർ കറക്റ്റ്. അഗെയിൻ ഹൈപ്പോത്തസിസ് എന്നുള്ള ഒരു പ്രോബ്ലം. നെക്സ്റ്റ് എക്കണോമിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പോൾ ആവറേജ് മന്ത്ലി ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ, ഫുഡ് ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. 3 പ്രോബ്ലം ഹൈപ്പോത്തസിസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. എലവൻസ് എസ്റ്റിമേറ്റഡ് സൈസ് ഓഫ് സാമ്പിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള. സാധാരണ 2 പ്രോബ്ലംസ് ഇടാറ്. അപ്പോൾ പ്രോബ്ലംസിൻ്റെ എണ്ണം കൂട്ടി ഇട്ട തിയറിയൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടുമായി. ശരിക്കും പറഞ്ഞാൽ അത് കുഴപ്പിച്ചു എന്ന് പറയാം. 4 തിയറി കിട്ടും. ബട്ട് അതിൽ 4 തിയറിയിൽ ഒരെണ്ണം ഇൻഡയറക്റ്റ് മോഡായി, ബാക്കി 3 എണ്ണം വലിയ കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ട് ബി ശരിക്കും ഒരു സുഖമില്ലാത്തതായി. ഇനി എസ്സേയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഒരു എസ്സേ എല്ലാവരും ഹാപ്പിയാണ്. ബാക്കി എന്താണ്, ഒരെണ്ണം അനോവ വന്നു. പിന്നെ തിയറിയിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഒരെണ്ണം അതും ഇൻഡയറക്റ്റ് മോഡ്. റിസർച്ചർ ഫേസസ് നമ്പർ ഓഫ് ഹഡിൽസ് വൈൽ ഡൂയിങ് റിസർച്ച്, എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. റിസർച്ച് എന്താണ്, റിസർച്ചിനെ പറ്റിയുള്ള അതിൻ്റെ ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഡയറക്റ്റ് മോഡിലാണ് ചോദ്യം ചോദിച്ചതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതൊരെണ്ണം. ദെൻ നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്, അതിൻ്റെ വാരിയസ് ടൈപ്സ്, മറ്റൊരു ചോദ്യം. പിന്നെ നോവയുടെ ഒരു പ്രോബ്ലം. പിന്നെ നമ്മൾ
എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ചോദ്യം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്സ് വിത്ത് എക്സാമ്പിൾസ്. അതെന്തായാലും നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഒരു എസ്സേ ഓക്കെ, ബാക്കിയുള്ളതിൽ നിങ്ങളൊക്കെ പ്രോബ്ലം സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അനോവ എഴുതാം, അതല്ലെങ്കിൽ റിസർച്ചിനെ റിലേറ്റ് ചെയ്തുള്ള ബേസിക്സോ എന്തെങ്കിലും. അപ്പോൾ റിസർച്ച് മെത്തഡോളജി ശരിക്കും പറഞ്ഞാൽ ഒരു മീഡിയം ടൈപ്പ് പറയാൻ പറ്റുള്ളൂ. പാർട്ട് എ കുഴപ്പമില്ല, സി എസ് എ വലിയ കുഴപ്പമില്ല, ബി പാർട്ടിൽ തിയറി 2-3 കുഴപ്പമില്ല, 2-3 കുഴപ്പമില്ല, ഒരെണ്ണം കൂടി കിട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ പേപ്പേഴ്സ് 3 ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സാണ്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിൻ്റെ വീഡിയോസും എക്സാമിനേഷൻ ടിപ്സും ഒക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് കഴിഞ്ഞ എക്സാം കഴിഞ്ഞു, അത് ആലോചിച്ച് സമയം കളയരുത്. ഓക്കെ.